അധികാരമേറി നാളുകൾ തികയും മുൻപേ വി.ഡി. സതീശൻ സർക്കാരിന്റെ കപടമുഖം പൂർണ്ണമായും അഴിഞ്ഞു വീഴുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പിൻവാതിൽ നിയമനം, ബന്ധു നിയമനമെന്ന് അലമുറയിട്ടവർ ഇന്ന് അധികാര കസേരയിലിരുന്ന് സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും സർക്കാർ ഖജനാവിൽ നിന്ന് പണം വാരിക്കൊടുക്കുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളും അർഹരായ അഭിഭാഷകരും പുറത്തു നിൽക്കുമ്പോഴാണ് കോൺഗ്രസ് നേതാവ് ജോസഫ് വാഴക്കന്റെ മകൾ ലയ ജോസഫിനെ ഗവൺമെന്റ് പ്ലീഡർ പദവിയിലേക്ക് നേരിട്ട് തിരികെ കയറ്റിയത്. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ, സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തികകളിലേക്ക് നടത്തിയ 42 പേരുടെ നിയമന പട്ടികയിലാണ് ഈ അഴിമതി നടന്നത്. സാധാരണ പാർട്ടിക്ക് വേണ്ടി കോടതികളിൽ വിയർപ്പൊഴുക്കുന്ന ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പും പ്രതിഷേധവും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സതീശൻ സർക്കാർ സ്വന്തം നേതാവിന്റെ മകൾക്ക് ഈ VIP നിയമനം കൊടുത്തത്. ഈ പട്ടികയിൽ കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ മാത്രമല്ല, മലബാറിലെ പ്രമുഖ തങ്ങൾ കുടുംബാംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് നിയമനങ്ങളിലെ കടുംവെട്ടും പങ്കുവെപ്പും വ്യക്തമാക്കുന്നുണ്ട്. വൈദ്യുതി പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് സ്വന്തം സഹോദരിയുടെ ഭർത്താവും DCC നേതാവുമായ ബെന്നി തോമസിനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചതാണ് മറ്റൊരു നാണം കെട്ട നീക്കം. 13 പേരുടെ ആദ്യ സ്റ്റാഫ് പട്ടികയിൽ തന്നെ സ്വന്തം അളിയന് ഇടമുറപ്പാക്കാൻ മന്ത്രി കാണിച്ച ഉത്സാഹം അധികാര ദുർവിനിയോഗത്തിന്റെ അങ്ങേയറ്റമാണ്. കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളെ ചൊല്ലി നിയമസഭയിൽ വൻ സിദ്ധാന്തങ്ങൾ പ്രസംഗിച്ച വി.ഡി. സതീശൻ സ്വന്തം മന്ത്രിയുടെ ബന്ധു നിയമനത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഭരണത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് UDF മന്ത്രിമാർക്ക് ഇപ്പോഴുള്ളത്. എല്ലാ സർക്കാർ മാനദണ്ഡങ്ങളും അച്ചടക്കവും ലംഘിച്ചുകൊണ്ട് മന്ത്രി അനിൽകുമാർ തന്റെ ഔദ്യോഗിക സർക്കാർ വാഹനം മകന്റെ വിവാഹ ആവശ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ടോടുന്ന കേരള സർക്കാർ ബോർഡ് വെച്ച VIP വാഹനം സ്വന്തം കുടുംബത്തിലെ ആഡംബര കല്യാണത്തിന് അകമ്പടിയാക്കിയതിനെതിരെ സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ ജനരോഷമാണ് ഉയർന്നത്. KSRTCയിൽ പോലും വൻതോതിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്ന വ്യക്തമായ തെളിവുകളടങ്ങിയ ശബ്ദരേഖകൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. യുവാക്കളെ വഞ്ചിക്കുന്ന ഈ പിൻവാതിൽ കച്ചവടത്തിന് പിന്നിൽ UDF ഉന്നതരുടെ സ്വാധീനവുമുണ്ട്.